ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഐ എം രാഗ്. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പേഴ്സ് എന്നുള്ളതിനെ കുറിച്ച് ക്ലീൻ ആയിട്ട് പഠിച്ചു. നമ്മൾ ഇതുവരെ കവർ ചെയ്തത് ഫോറക്സ് മാർക്കറ്റ് എന്താണെന്നും സെഷൻസ് എന്താണെന്നും ടൈമിംഗ് എന്താണെന്നും അതേപോലെ തന്നെ എന്താണ് പേഴ്സ് എന്നുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സ് ഏതാണ്, നല്ല പേഴ്സ് ഏതൊക്കെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഫോറക്സിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമ്മളെല്ലാം നല്ലതായിട്ട് എന്താണ് ഇതുവരെ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പിപ്സ് എന്താണ് എന്നുള്ള കാര്യം. പിപ്സ്, ലിവറേജ്, ലോട്ട്സ് ഇതൊക്കെ എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു ആവശ്യമുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ എല്ലാ വീഡിയോസിലും പിപ്സ് എന്താണ് എന്നുള്ളൊരു പിപ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫുള്ള് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇത് വെച്ചാണ് നമ്മൾ എത്ര രൂപ റിസ്ക് ചെയ്യണം ഒരു ട്രേഡിൽ, എന്തൊക്കെയാണ്, എത്ര മൂവ് വരുമ്പോഴാണ്, ഇത് കാൽക്കുലേഷൻ എല്ലാം നമ്മൾ പിപ്സ് വെച്ചിട്ടാണ് നോക്കുന്നത്. ഓക്കെ, സിമ്പിളി നമ്മളുടെ മൊമെൻറ്റ് ഇപ്പം ഒരു പ്രൈസിൽ നിന്ന് വേറൊരു പ്രൈസിലേക്ക് പോകുന്നതിനെ കൗണ്ട് ചെയ്യുന്നൊരു സാധനമാണ് പിപ്സ്. അതിനെ നമ്മൾ പറയുന്നതാണ് പിപ്സ് എന്ന്. ഈ നമ്പേഴ്സ് ഇല്ലേ, നമ്മളുടെ ഓരോ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്പേഴ്സ്, ആ നമ്പേഴ്സിനെയാണ് നമ്മൾ പിപ്സ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പം യൂറോ USDയുടെ പ്രൈസാണ് പറഞ്ഞേക്കുന്നത്. ആ ഫോർത്ത് ഡെസിമലിൽ കാണുന്നത്, ഇങ്ങനെ നാലാമത് ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് നമ്മൾ പിപ്പായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു ഇതിനകത്ത് യൂറോ USDയുടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ 1.0854 നിൽക്കുന്ന പ്രൈസ്. അപ്പോൾ ആ 4 ആണ് അവിടുത്തെ പിപ്പായിട്ട് നമ്മൾ അവിടുത്തെ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ 1.0854 നിന്ന് 1.0855 പ്രൈസ് മൂവ് ചെയ്യുന്നത് ഒരു പിപ്പ് മൂവ്മെൻറ്റാണ്. അത് മേളേക്കാണ് മൂവ് ചെയ്തേക്കുന്നത് 4 നിന്ന് 5 അപ്പം 4 നിന്ന് 5 എത്ര മൂവ് വന്നു? ഒരു പിപ്പ്. ഓക്കെ, അതിനെയാണ് പിപ്പെന്ന് പറയുന്നത്. ഒരു പോയിന്റ് മൂവ് ആണ് വന്നത്. അപ്പോൾ അതിനെ നമ്മൾ പിപ്പെന്ന് പറയും ഫോറക്സിനകത്ത് കേട്ടോ. അപ്പം അതേപോലെ തന്നെ GBP USDയുടെ നോക്കുകയാണെങ്കിൽ, GBP USD അല്ല, അതുപോലെ തന്നെ സെല്ല് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മേളോട്ട് പോകുന്നതാണ് കണ്ടത്. അതേപോലെ തന്നെ സെല്ല് താഴോട്ട് വരുവാണെങ്കിൽ 1.0854 നിന്ന് 1.0853 പ്രൈസ് താഴേക്ക് വന്നു. അപ്പോൾ എത്രയാണ്? ഒരു പോയിന്റ് താഴേക്ക് വന്നു. അത് ഒരു പോയിന്റ് താഴോട്ട് പിപ്പ്, ഒരു പിപ്പ് താഴോട്ട് മൂവ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ ഫോർത്ത് ഡെസിമലിൽ കാണുന്നതിനെയാണ് നമ്മൾ പിപ്പെന്ന് പറയുന്നത്. ഓക്കെ, യൂറോ USD, GBP USDയുടെ ഒക്കെ നമ്മൾ വെച്ച് നോക്കുമ്പം ഫോർത്ത് പോയിന്റിൽ കാണുന്നതിനാണ് നമ്മൾ പിപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനകത്തൊരു ഡിഫറൻസ് വരുന്നതെന്ന് പറയുന്നത് USD JPY പേഴ്സിനകത്താണ്. JPY പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ യൂറോ USD, GBP USDനെയൊക്കെ കാളും വാല്യൂ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്, കുറവായിട്ട് വരുന്നൊരു പെയർ ആയതുകൊണ്ടാണ് അതിനകത്ത് ഡെസിമൽ വ്യത്യാസം വരുന്നത്. ഇപ്പം USD JPY നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണാം 151.44 to 151.45 മാറി. അപ്പം ഏതാണ് പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ മാത്രമേ ഉള്ളൂ. മറ്റേതിനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് 4 സംഖ്യയുണ്ട്. സോ USD JPYയിൽ നോക്കുമ്പം സെക്കൻഡ് ഡെസിമലിലാണ് നമ്മളുടെ പിപ്പ് വരുന്നത്. മറ്റേതിനകത്ത് ഫോർത്ത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട്. സോ അതാണ് ഇവിടെ വരുന്നൊരു വ്യത്യാസം. സോ ഈ പ്രൈസ് വേരിയേഷനെയാണ് നമ്മൾ പിപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പിപ്പിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു സ്റ്റാൻഡേർഡ് ലോട്ട് വെച്ചിട്ട് പറയാം. ലോട്ട് സൈസ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ലോട്ട് സൈസ്, ഇപ്പോൾ ഒരു പിപ്പിന് സ്റ്റാൻഡേർഡ് ലോട്ട് വെച്ച് $10 വരുന്നത്. ഇപ്പം ഒരു സംഖ്യ മണ്ടക്കോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ $10 നിങ്ങൾക്ക് പ്രോഫിറ്റ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ $10 ലോസ് ഒരു പിപ്പ് മൂവ് ചെയ്യുമ്പോൾ. ഇപ്പോൾ പിപ്പെന്ന് പറയുന്നത് എന്തുവാ? ഒരു പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ. അപ്പം ഒരു പ്രൈസ് ലെവൽ മൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, മുമ്പേ ഒന്നുകൂടെ കണ്ടാൽ മതി. അപ്പം യൂറോ USD ഒരു പിപ്പ് മൂവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കൊടുത്തേക്കുന്നത് 10 പിപ്സ് മൂവ് ചെയ്യുമ്പം ഒരു പിപ്പിന് എത്ര വാല്യൂ? $10. അപ്പം 10 പിപ്സ് മൂവ് ചെയ്യുമ്പോൾ എത്ര? $100 നിങ്ങളവിടെ പ്രോഫിറ്റിൽ വരികയാണ്. ഓക്കെ, 100 പിപ്പ് മൂവ് ചെയ്യുമ്പോഴോ, ഇത് 10 പിപ്പ് മൂവ് ചെയ്യുമ്പോൾ $100 ആണെങ്കിൽ 100 പിപ്പ് മൂവ് ചെയ്യുമ്പം $1000. 1 സ്റ്റാൻഡേർഡ് ലോട്ട് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഓക്കെ, അതിന് നല്ല ഹ്യൂജ് എമൗണ്ട് ക്യാപിറ്റൽ ഉള്ളവരാണ് 1 സ്റ്റാൻഡേർഡ് ലോട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്നും ബിഗിനർക്ക് പറ്റിയ കാര്യമല്ല. ബിഗിനർ എവിടെ തുടങ്ങണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സംസാരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ഡോളറിൻ്റെ വാല്യൂ കേട്ട് ഇതിലേക്ക് വരാനേ നിൽക്കരുത്. ഡോളർ വലിയ രീതിയിൽ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഡോളർ നല്ല രീതിയിൽ താഴോട്ട് മൂവ് ചെയ്യും. താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോസും സംഭവിക്കും. അതുകൊണ്ട് അറിയാൻ പാടില്ലാതെ ഒരു കാര്യങ്ങളും പോയി ചെയ്യരുത്. നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പഠിക്കുക നേരെ ചൊവ്വേ.
ഞാനിത് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം തന്നെ ഇത് പഠിച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ രീതിയിലാണ്. ആൾക്കാർ എത്തോരം പൈസ കൊണ്ട് കളയുന്ന ആവശ്യമില്ലുണ്ട്. സോ യൂറോ USD ഒരു പിപ്പ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് $10 കിട്ടുന്നത്. അപ്പം സ്റ്റാൻഡേർഡ് ലോട്ട് യൂസ് ചെയ്യുമ്പം അപ്പം 10 പിപ്പ് മൂവ് വരുമ്പം $100, 100 പിപ്പ് മൂവ് വരുമ്പോൾ $1000. സെയിം ആയിട്ട് തന്നെ GBP USD നോക്കുകയാണെങ്കിൽ ഒരു പിപ്പ് മൂവ് ചെയ്യുമ്പം ഒരു സ്റ്റാൻഡേർഡ് ലോട്ടിൽ $10 സെയിം യൂറോ USDയുടെ തന്നെ. അതേപോലെ തന്നെ USD JPY നോക്കുന്ന സമയത്ത് ഒരു പിപ്പ് മൂവ് ചെയ്യുമ്പം എത്ര $66.6 മൂവ് വരുന്നത്. അതേപോലെ തന്നെ താഴെ 66 പിപ്പ് $66 മൂവ് മണ്ടക്കോട്ട് വരുമ്പോൾ കിട്ടുന്നു. അതുപോലെ തന്നെ 660 100 പിപ്പ് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നു. സോ AUD USD നോക്കുമ്പോൾ $10 തന്നെ വൺ സ്റ്റാൻഡേർഡ് ലോട്ടിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് ഓരോ മൊമെൻറ്റും കാൽക്കുലേറ്റ്. അതിൻ്റെ താഴെ ഞാൻ അതിൻ്റെ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. സോ ഇതാണ് നമ്മളുടെ എത്ര പിപ്പാണോ മൂവ് ചെയ്യുന്നത്, നിങ്ങൾ യൂസ് ചെയ്തേക്കുന്ന സ്റ്റാൻഡേർഡ് ലോട്ട് ഏതാണോ ആ ലോട്ട് സൈസ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആ പിപ്പിൻ്റെ വാല്യൂ, ആ പിപ്പിന് എത്ര രൂപ നിങ്ങൾ റിസ്ക് ചെയ്തിട്ടുണ്ട്, എത്ര രൂപ നിങ്ങൾ പ്രോഫിറ്റ് വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ലോട്ട് സൈസ് എത്ര ലോട്ട് സൈസ് നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നിങ്ങൾ തോന്നിയ പൈസ അല്ല റിസ്ക് ചെയ്യുന്നത്. ഇതുപോലെ 1000 വെച്ച് 200 എടുക്കുക, 1000 എടുത്തിട്ട് 200 എടുക്കുന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1000 വെച്ച് 200 എടുക്കുന്നതാണ് നാട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് 3 ടൈപ്പ് ഓഫ് ലോട്ടാണ് വരുന്നത്. എപ്പോഴും ഈ മൈക്രോ ലോട്ടിൽ തുടങ്ങുക. മൈക്രോ ലോട്ടുണ്ട്, മിനി ലോട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ലോട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ലോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് റിസ്ക് ചെയ്യുന്ന ലോട്ട്സ് ആണ്. അത് നല്ലൊരു ക്യാപിറ്റലൊക്കെ വെച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യമാണ്. അതിലോട്ടൊന്നും ഇപ്പോഴേ വരരുത്. മൈക്രോ ലോട്ടിൽ തുടങ്ങുക. ചെയ്യാനെന്നല്ല പറയുന്നത്, ഡെമോ അക്കൗണ്ടിൽ ഇതൊക്കെ ചെയ്യാം. ഓക്കെ, ഡെമോ അക്കൗണ്ടിൽ ഇത് ചെയ്ത് പഠിക്കുക. ഒരു സിസ്റ്റമൊക്കെ ബിൽഡ് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാം. ഇത് പഠിച്ചു പോവുക. ഇതിനകത്ത് കാണിച്ചേക്കുന്ന വാല്യൂസ് വെച്ച് ഇതിനെ വിലയിരുത്തരുത്. പഠിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളസ്റ്റ് ആയിട്ട് നമ്മൾ വാല്യൂസ് ഇത്ര $, എന്നുള്ള രീതിയിൽ കൊടുത്തേക്കാണ്. ഇതിൻ്റെ മെയിൻ ഡോളർ വാല്യൂസ് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളിത് എപ്പോഴും യൂസ് ചെയ്യുന്നത് അങ്ങനല്ല. നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസിൻ്റെ സൈസ് പെർസെൻറ്റേജ് വൈസ് കാൽക്കുലേറ്റ് ചെയ്തായിരിക്കണം ലോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അടിക്കാൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലോട്ട് സൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറയുന്നത് എത്ര? 1 lakh യൂണിറ്റ് മേടിക്കുന്നതിനാണ്. 1 lakh യൂണിറ്റ് മേടിക്കുന്നതിന് നമുക്ക് സ്റ്റാൻഡേർഡ് ലോട്ട് യൂസ് ചെയ്യാം. അപ്പം ഒരു പിപ്പിന് $10 ആയിരിക്കും വാല്യൂ വരുന്ന സ്റ്റാൻഡേർഡ് ലോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്. മിനി ലോട്ട് എന്ന് പറയുന്നത് 10,000 യൂണിറ്റാണ്. 10,000 യൂണിറ്റ്. 10,000 യൂണിറ്റ് മേടിക്കാൻ നമുക്ക് 1 പിപ്പ് മൂവ് ചെയ്യുമ്പം $1 കിട്ടുന്നത്. ഓക്കെ, മൈക്രോ ലോട്ട് യൂസ് ചെയ്യുമ്പം 1000 യൂണിറ്റാണ് നമ്മൾ മേടിക്കുന്നത്. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തോരം മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എത്ര രൂപ കൊടുത്ത് മേടിക്കുന്നു. അപ്പം മൈക്രോ ലോട്ടാണ് നമ്മൾ ഒരു പിപ്പ് മൂവ് ചെയ്യുമ്പം 0.10 സെൻറ്റ് $0.10 മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. സോ എപ്പോഴും മൈക്രോ ലോട്ടിൽ മാത്രമേ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതൊരു 100 പിപ്പ് മൂവ്, ഇപ്പോൾ 100 പിപ്പ് ലോസിലേക്ക് പോകുമ്പോൾ $10 നിങ്ങളുടെ ലോസ് ആവുന്നുള്ളൂ. അതേപോലെ തന്നെ 100 പിപ്പ് മേളോട്ട് പോകുമ്പോൾ $10 കിട്ടുന്ന രീതിയിൽ. സോ ഇതാണ് മൈക്രോ ലോട്ട് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഇത്. നിങ്ങൾക്ക് ചെറിയ ക്യാപിറ്റലിൽ മൈക്രോ ലോട്ടുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതൊരു എമൗണ്ടാണ് നാട്ടിൽ വെച്ച് നോക്കും. പക്ഷേ എമൗണ്ടും കാര്യങ്ങളും ഒക്കെ വിടുക, ഈ കാര്യങ്ങൾ പഠിക്കുക. നിങ്ങളിത് റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ച്. ഓക്കെ, വളരെ ഹൈ എൻഡ് പ്രൊഫഷണൽസ് മാത്രം ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമാണ് സ്റ്റാൻഡേർഡ് ലോട്ടിലൊക്കെ പോകുന്നില്ല. സ്റ്റാൻഡേർഡ് ലോട്ടൊക്കെ നിങ്ങൾ തുടക്ക സമയം ഇപ്പോൾ ഈ മൈക്രോ ലോട്ടെന്ന് പറയുന്നത് വളരെ ചെറിയ സംഖ്യയാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ ചെറിയ സംഖ്യയിൽ പഠിക്കുന്നവർക്ക് മാത്രമേ, ഈ ചെറിയ സംഖ്യകൾ പഠിച്ച് ആ സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്ത് അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് മെൻ്റലി സ്ട്രോങ് ആവുന്നവർക്ക് മാത്രമേ പിന്നെ മിനി ലോട്ടിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. മിനി ലോട്ട് യൂസ് ചെയ്ത് അതിലെ സൈക്കോളജികൾ പഠിച്ച് ലോസുകൾ വരുമ്പോഴൊക്കെ അതിനെ മാനേജ് ചെയ്ത് പോകുന്നവർക്ക് മാത്രമേ സ്റ്റാൻഡേർഡ് ലോട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരിക്കലും പോയിട്ട് സ്റ്റാൻഡേർഡ് ലോട്ടും മിനി ലോട്ടിലും ആദ്യം കളിക്കരുത്. മൈക്രോ ലോട്ടിൽ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് പഠിക്കുക. ഈ ഡെമോ അക്കൗണ്ടിൽ ചെയ്ത് പഠിക്കുക. ഒരിക്കലും റിയൽ അക്കൗണ്ടുകളിലേക്ക് പോവാതിരിക്കുക. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നീങ്ങാൻ പറ്റുന്നൊരു കാര്യമാണ് ലിവറേജ് എന്താണെന്നുള്ളത്. ലിവറേജ് നമുക്ക് ഒരു കത്തി പോലെ, രണ്ട് സൈഡിലും മൂർച്ചയുള്ള ഒരു കത്തി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്
ലിവറേജ് നമുക്ക് ഈ 1:500 ലിവറേജ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നമ്മളെപ്പോഴും ഒരു മിനിമം 1:10 അതിൻ്റെ താഴെ ആ ഒരു റേഞ്ചിലേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ $1,000 ഡെപ്പോസിറ്റ് ചെയ്ത അക്കൗണ്ടിൽ നിങ്ങളുടെ ബ്രോക്കർ നിങ്ങൾക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. നിങ്ങൾക്ക് $10,000 ട്രേഡ് വരെ ഓപ്പൺ ആക്കാമെന്നുള്ളത് എന്ന് പറഞ്ഞാൽ $1,000 റിസ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുള്ളി ട്രേഡ് ചെയ്യാം വലിയൊരു രീതിയിൽ. നിങ്ങളുടെ അക്കൗണ്ടിൽ അതിനുള്ള ലിവറേജ് തരികയാണ്. പ്രൈസ് മൂവ് ചെയ്യുന്നതോറും നിങ്ങളുടെ അക്കൗണ്ടിൽ ഡബിൾ ആക്കാനുള്ള ഡബിൾ ആക്കുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ്. ഒരു പിപ്പും താഴോട്ടോ മേളോട്ടോ ഒക്കെ 3 പിപ്പ് 4 പിപ്പൊക്കെ മൂവ് ചെയ്യുമ്പോൾ അക്കൗണ്ട് കത്തിപ്പോകാനുള്ള രീതിയിൽ ലോട്ട് സൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് ഈ ലിവറേജ് എന്ന് പറയുന്നത്. ഇപ്പം 1:500 ആണെന്നുണ്ടെങ്കിൽ ഇപ്പം $1,000 അക്കൗണ്ടിൽ നിങ്ങൾക്ക് $5 ലക്ഷം ട്രേഡ് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് നിങ്ങളുടെ പ്രോഫിറ്റിലാണ് പോകുന്നതെങ്കിൽ ഇത് വരും, പക്ഷേ അങ്ങനെ പോകത്തില്ല. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ട്രേഡിങ്ങിൽ അങ്ങനെ പോകത്തില്ല. നിങ്ങൾ 10 SL 15 SL ഒക്കെ കണ്ടിന്യൂസ് മേടിക്കുന്ന സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഇതുപോലത്തെ ലിവറേജുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് അക്കൗണ്ട് കത്തിപ്പോവും. സോ ആ കത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ലിവറേജ് കുറച്ച് യൂസ് ചെയ്യുക. അത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ അക്കൗണ്ട് റിസ്ക് കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. ലിവറേജ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എത്ര വലിയ ഓപ്പൺ ട്രേഡുകൾ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഈ ബ്രോക്കേഴ്സ് തരുമെന്നുള്ളതിനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം ഈ സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നത്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ 1-2% താഴെ നിങ്ങൾ റിസ്ക് ചെയ്യാൻ പാടുള്ളൂ ബിഗിനറായിട്ടുള്ള കാര്യത്തിൽ. പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെ 2-3% മേളോട്ട് റിസ്ക് ചെയ്യില്ല. സോ അതാണ് ഇതിൻ്റെ അകത്തുനിന്നൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ എപ്പോഴും വെക്കേണ്ട. ലിവറേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വലിയ വലിയ ട്രേഡുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ ബാലൻസ് ഉള്ള അക്കൗണ്ടുകളിൽ നിന്ന് തന്നെ. അത് ഓപ്പോസിറ്റാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പടയെന്ന് നിങ്ങളുടെ അക്കൗണ്ടും വാഷ് ഔട്ടായി പോകും. സോ അത് നമുക്ക് പറ്റിയൊരു പണിയല്ല. നിങ്ങളിത് കറക്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഓവർ റിസ്ക് എടുക്കാതിരിക്കുക. ട്രേഡുകളിനകത്ത് ഓവർ റിസ്ക് എടുത്താൽ എന്ത് പറ്റും? ആ ട്രേഡ് നിങ്ങൾക്കിപ്പോൾ ഒരു 10 ട്രേഡ് എടുക്കാൻ പറ്റുന്ന അക്കൗണ്ടിൽ നിന്ന് ഒറ്റയടിക്ക് നിങ്ങൾ ഒറ്റ ട്രേഡിൽ ആ 10 ട്രേഡുകളുടെ ഓപ്പർച്യൂണിറ്റിയും കളയും. സോ ഒരിക്കലും അതിന് നിൽക്കാൻ പാടില്ല. ഓക്കെ, സോ ലിവറേജിനെ കുറിച്ച് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം മനസ്സിലാക്കി പോകുക. നിങ്ങൾക്ക് ഇത് അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. ഇതൊന്നും നമ്മളെടുത്ത് പ്രയോഗിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങളിടുന്ന അക്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് വൈസ് മാത്രമേ നിങ്ങൾ റിസ്ക് ചെയ്യാൻ പോകുള്ളൂ. എൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മൾ ഗാംബ്ലിംഗ് അല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് അപ്രോച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങോട്ടാണേലും നിങ്ങളുടെ കരിയറിലാണേലും. സോ അതിൻ്റെ ആവശ്യമില്ല ലിവറേജിൻ്റെ. സോ അതിനെക്കുറിച്ച് മനസ്സിലാക്കി മാത്രം പോവുക. സോ ഇനിയാണ് മാർജിൻ എന്താണെന്നുള്ളത് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെ നിങ്ങൾക്ക് കണക്കാക്കിയാൽ മതി. അത് നിങ്ങൾക്കൊരു മിനിമം എമൗണ്ട് ഓരോ ട്രേഡ് എടുക്കുമ്പം നിങ്ങളുടെ ബ്രോക്കർ പിടിച്ചു വെക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഫീസോ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ട്രേഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മാർജിൻ അതിനകത്ത് തന്നെ വരും. നിങ്ങളുടെ ഫണ്ട് എങ്ങും പോയില്ല. പക്ഷേ ആ ട്രേഡ് നിങ്ങൾക്ക് ലോക്കാക്കണം. ഇപ്പോൾ ആ ട്രേഡ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ മാർജിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നോക്കണമെങ്കിൽ ഒരു മിനി ലോട്ടിൽ നിങ്ങൾ EUR/USD 1.0850 മേടിച്ചു. ഓക്കെ, കറണ്ട് പ്രൈസ് അതാണ്. ട്രേഡ് വാല്യൂ എന്ന് പറയുന്നത് $10,850 വരുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഒരു 10,000 യൂണിറ്റ് അവിടെ ആ പ്രൈസിൽ മേടിക്കുന്ന സമയത്ത്. സോ 1:100 ലിവറേജിലാണ് മേടിക്കുന്നതെന്ന് വെച്ചോ. ലിവറേജ് മറ്റേ നമ്മൾ പറഞ്ഞ സാധനം. സോ മാർജിൻ റിക്വയർഡ് വേണ്ടത് നിങ്ങൾക്ക് $108.50 ഉള്ളി അത്രേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർജിൻ വേണ്ടത്. സോ നിങ്ങൾക്ക് ആ ട്രേഡ് അവിടെ എടുക്കാൻ പറ്റും. സോ അതിനെയാണ് നമ്മളുടെ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ആ മാർജിൻ ലോക്കായിട്ട് അവിടെ ഇരിക്കും. ആ മാർജിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ കുറച്ചുകൂടെ എക്സാമ്പിളാക്കി പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ $200 ഉണ്ട് എന്ന് വെച്ചു. $200 നിങ്ങൾക്കൊരു 1:100 ലിവറേജിലൊരു ട്രേഡ് എടുക്കണം. ഇപ്പം $10,000 വർത്തുള്ളൊരു ട്രേഡ് എടുക്കണം. ഓക്കെ, ആ ട്രേഡ് എടുക്കാൻ നിങ്ങൾക്ക് മാർജിൻ വേണ്ടത് $200 അക്കൗണ്ടല്ലേ, $100 മാർജിൻ വേണം. അപ്പം ഈ $100 മാർജിൻ ഉണ്ടല്ലേ നിങ്ങൾക്ക് ആ $200 10,000 വർത്തുള്ള ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇത് പോകുമ്പോൾ മനസ്സിലാവും. പക്ഷേ നിങ്ങൾക്ക് ഈ സാധനം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മാർജിൻ കോളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പെർസെൻറ്റേജ് വൈസ് റിസ്ക് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ പഠിക്കും. ജസ്റ്റ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. സോ
നിങ്ങളുടെ ടോട്ടൽ അക്കൗണ്ടിലുള്ള പൈസ 200, മാർജിൻ വേണ്ടത് 100. സോ എന്താണ് ഫ്രീ ആയിട്ട് കിടക്കുന്ന പൈസ $100 ഉള്ളത്, 200 ഉണ്ട്. ഓക്കെ, 200ൽ നിന്ന് 100 എന്താണ് മാർജിനായിട്ട് എടുത്തു, എന്താണ് 100 ബാക്കി ഫ്രീ മണി ആയിട്ടുണ്ട്. സോ ട്രേഡ് പ്രോഫിറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 200ൻ്റെ മുകളിൽ 20 വരുന്നു, $220 നിങ്ങൾ പ്രോഫിറ്റിൽ വരും. സോ സ്റ്റില്ല് $100 നിങ്ങളുടെ മാർജിന്, 120 വരും നിങ്ങളുടെ ഫ്രീ മാർജിൻ. ഓക്കെ, $100 ഒഴിച്ച് 120 നിങ്ങളുടെ ഫ്രീ മാർജിനായിട്ട് വരുന്നത്. ബാക്കി അക്കൗണ്ടിലുള്ള 120, ടോട്ടൽ പ്രോഫിറ്റ് വന്ന് 120 എന്താണ് അക്കൗണ്ടിലുണ്ട്. പക്ഷേ ലോക്ക്ഡ് ഇൻ ആണ് നമ്മളുടെ മാർജിൻ $100. എന്നാലേ നിങ്ങൾക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റുള്ളായിരുന്നു. 20 പോയപ്പം $20 പ്രോഫിറ്റിലേക്ക് വന്നപ്പം ടോട്ടൽ 120 നിങ്ങൾക്ക് എന്താണ് മാർജിൻ ലോക്ക് മാറ്റി അക്കൗണ്ടിലുള്ളത് വെച്ച് 120 നിങ്ങൾ പ്രോഫിറ്റിലേക്ക് വന്നേക്കാണ്. ഓക്കെ, സോ 100 നമ്മൾ മാർജിനായിട്ട് വെച്ചിരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ $110 ലോസിലേക്ക് പോകാമെന്ന് വെച്ചോ. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് മാർജിൻ ഇല്ല. നിങ്ങൾ വീണ്ടും എന്താണ് $90 വരിക. 100 മാർജിൻ വെച്ചിടത്തുനിന്ന് എന്താണ് $90, 200 നമ്മളുടെ ടോട്ടൽ അക്കൗണ്ടിലുള്ളത്. 120 നിങ്ങൾ 100 മാർജിൻ ഉണ്ടാവണം, 200 അക്കൗണ്ടിലുള്ളത്. നിങ്ങൾ $110 ലോസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് മാർജിൻ ഇല്ല, 90 ഉള്ളൂ. അപ്പം ഓട്ടോമാറ്റിക് ട്രേഡ് എല്ലാം ക്ലോസ് ആയിപ്പോവും. ഓക്കെ, വേണ്ട എമൗണ്ട് അക്കൗണ്ടിലില്ല. ഓക്കെ, ആ ട്രേഡ് എടുക്കാനുള്ള വേണ്ട എമൗണ്ട് അക്കൗണ്ടിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ 200 ടോട്ടൽ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് ലോസ് 110 വന്നു. നിങ്ങൾ മാർജിൻ 100 ഉണ്ടെങ്കിലേ ആ 200 എന്താണ് 10,000 പുറത്തുള്ള ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. സോ 110 എന്താണ് നിങ്ങളുടെ ലോസ് വന്നു പ്രോഫിറ്റിന് പകരം. ലോസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? 100 മാർജിൻ വെച്ചിരുന്നത്, 100 90 മാറും. 90 വെച്ചിട്ട് നിങ്ങൾക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക് നിങ്ങളുടെ എന്താണ് ട്രേഡ് ക്ലോസ് ആയി പോകും. അതിനെയാണ് മാർജിൻ കോൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മാർജിൻ കോളിലേക്കൊന്നും പോകുന്നില്ല. നമ്മളുടെ വീഡിയോസ് കണ്ടു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. എപ്പോഴും ഡെമോ ട്രേഡ് ചെയ്യുക. ഡെമോ ട്രേഡ് ചെയ്ത് ഇതൊക്കെ പഠിക്കുക, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത്. മാർജിൻ എത്രയാണ്, ഒരു ട്രേഡ് എടുക്കാൻ എത്ര മാർജിൻ റിക്വയർഡ് ആണ്, ഈ ട്രേഡ് എനിക്ക് ഈ അക്കൗണ്ടിൻ്റെ എത്ര മാർജിൻ വേണ്ടി വരും. സോ മാർജിൻ എപ്പോഴും കൂടുതൽ ഉണ്ടാവണം അക്കൗണ്ടിന്. എന്നാലേ നിങ്ങൾക്ക് ചെറിയ ചെറിയ റിസ്ക് ഒക്കെ വെച്ച് അത്രയും ഫുള്ളായിട്ടൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. സോ നിങ്ങൾക്കിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അത് മാത്രമല്ല, നമ്മൾ ഇനിയും പോകുന്ന വീഡിയോസിൽ ഇപ്പം നിങ്ങൾ ആദ്യത്തെ വീഡിയോസും 2ാമത്തെ വീഡിയോസും 3ാമത്തെ വീഡിയോസും ഒക്കെ കണ്ടു വന്നവർക്ക് അറിയാം ഈ വീഡിയോസിനകത്ത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. സോ നെക്സ്റ്റ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് ആവും. സോ നിങ്ങൾക്ക് അപ്പോഴൊക്കെ ഇതൊക്കെ പഠിക്കാം. അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. നിങ്ങളിതൊന്നും മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുക. വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് സംഭവം. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇതൊക്കെ വാല്യൂ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ഈ സാധനം നമ്മൾ ഓരോ ട്രേഡ് എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങളുടെ പിപ്പ് വാല്യൂ, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എത്ര പിപ്പിനാണെന്ന് നോക്കണം. നമ്മൾ പിപ്പ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചായിരുന്നു. സോ പിപ്പ് എങ്ങനെയാണ് ആ പിപ്പ് വാല്യൂ വെച്ചിട്ട് നമ്മുടെ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്ര പിപ്പിന് എത്ര രൂപ നിങ്ങൾ റിസ്ക് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേഷന് നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ എത്ര 1% ആണോ 2% ആണോ 0.5% ആണോ നിങ്ങൾ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പിപ്പ് വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേഷനൊക്കെ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് പഠിക്കും, പേടിക്കണ്ട. ഇപ്പോഴല്ല, നിങ്ങൾ ഈ സാധനം മനസ്സിലാക്കി പോകാന്നുള്ളതാണ് നമ്മുടെ ബിഗിനിങ് സ്റ്റേജിൽ. സോ പിപ്പ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം എന്താണ് 10 പിപ്പാണെന്നുണ്ടെങ്കിൽ, ഒരു പിപ്പിനാണെന്നുണ്ടെങ്കിൽ 0.10 സെൻറ്റ് ആണ് വരുന്നത്. അപ്പം എന്താണ് 10 പിപ്പിന് എത്രയാണോ വരുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിസ്ക് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ എത്ര ലോസിലേക്ക് വരുമ്പോൾ നമ്മൾ അക്കൗണ്ടിൻ്റെ 1 or താഴെ 0.5%, എന്താണ് 0.25% റിസ്ക് ചെയ്യുന്ന സമയത്ത് ഇത്ര രൂപയായിരിക്കും ഈ ലോട്ട് സൈസിന് പോകുന്നത്. അത് നമുക്ക് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ഇത്ര പെർസെൻറ്റേജിൽ താഴെ ആയിരിക്കണം റിസ്ക് ചെയ്യുന്നത്. ഓക്കെ, ലിവറേജ് ഓൾറെഡി 1:10 എങ്കിലും ഉണ്ടാകും. ആ 1:10 മാക്സിമം നമുക്കൊന്നും 1:10 ഒന്നും യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ആ ഒരു ലിവറേജിൽ നമ്മുടെ ഏകദേശം ഇപ്പോൾ എല്ലാത്തിനകത്തും ഉണ്ട് ലിവറേജ്. സോ എല്ലാ ബ്രോക്കേഴ്സും തരും. നമുക്കതൊക്കെ പഠിക്കാൻ മുന്നോട്ട് പോകുന്ന സമയത്ത്. സോ ഇങ്ങനെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം, നിങ്ങൾ പിപ്പ് വെച്ചിട്ടാണ് ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് പെർസെൻറ്റേജ് വൈസിൽ അക്കൗണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജിൻ്റെ എന്താണ് 0.5%, 0.25%, 1% താഴെ ആയിരിക്കണം എപ്പോഴും റിസ്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്
എന്താണ് പിപ്സ് എന്ന് പറഞ്ഞു, പിപ്സിൻ്റെ വാല്യൂ എന്താണ്, എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ലോട്ട് സൈസ്, 3 ടൈപ്പ് ലോട്ട് സൈസ് ഉണ്ടെന്ന് പറഞ്ഞു, ലിവറേജ് എന്താണെന്ന് പറഞ്ഞു, മാർജിൻ എന്താണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എങ്ങനെ ഇതിനെ മൂന്നിനെയും കൂടെ കമ്പൈൻ ചെയ്ത് തിങ്ക് ചെയ്യണം എന്നുള്ളതും നമ്മൾ പറഞ്ഞു. സോ തിങ്ക് ചെയ്ത് ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് പോവുക. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറയും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും. ഓക്കെ, അപ്പം നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. മാർജിനും ലിവറേജിനും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ തന്നെ അതിനകത്തൊന്നും ടെൻഷൻ അടിക്കണം. നെക്സ്റ്റ് വീഡിയോകളിലും വരുന്ന വീഡിയോസിലും എല്ലാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവും. സോ മാർജിനും ലിവറേജും നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുക. പിപ്സും ലോട്ട് സൈസും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുക. വീണ്ടും റിപ്പീറ്റഡായിട്ട് കാണുക. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ അണ്ടർസ്റ്റാൻഡ് ആവും. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബ്രോക്കേഴ്സിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ബ്രോക്കർ വർക്ക് ചെയ്യുന്നത്, ടൈപ്പ് ഓഫ് ബ്രോക്കേഴ്സ്, അതുപോലെ തന്നെ എന്താണ് ഡെപ്പോസിറ്റ് എങ്ങനെയാണ് ഓരോ ബ്രോക്കറിനകത്തേതും, അതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ടല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രോക്കർ നമ്മളെവിടെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. സോ എപ്പോഴും മനസ്സിൽ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് എഴുതി പോവുക. റിപ്പീറ്റഡ് ആയിട്ട് കാണേണ്ട വീഡിയോസ് ഞാൻ പറയാം. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ലോട്ടും പിപ്സും മനസ്സിലാക്കുക. ലോട്ട്സും പിപ്പുമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം എന്താണ് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാകും മുന്നോട്ട് പോകുന്ന സമയത്ത്. ഓക്കെ, ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന പോലെ തിങ്ക് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ വലിയ തലകൊണ്ടാക്കണ്ട. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുക. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്.